ഇനി ചില കായിക വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിലും. കാഫ നേഷൻസ് കപ്പിലെ 3-ാം സ്ഥാനത്തിനായി ഇന്ത്യ ഇന്നിറങ്ങും. ഒമാനാണ് ഇന്ത്യയുടെ എതിരാളി. വൈകിട്ട് 5:30 ഫിസോറിലാണ് മത്സരം. ഗ്രൂപ്പ് ബിയിൽ തജിക്കിസ്ഥാനെ മറികടന്നാണ് ഇന്ത്യ 3-ാം സ്ഥാനത്തിനുള്ള പ്ലേ ഓഫിന് യോഗ്യത നേടിയത്. ഏഷ്യ കപ്പിന് മുന്നോടിയായി ത്രിരാഷ്ട്ര പരമ്പര സ്വന്തമാക്കി പാകിസ്ഥാൻ. ഫൈനലിൽ അഫ്ഗാനിസ്ഥാനെ 75 റൺസിന് തകർത്തു. പാക് ഉയർത്തിയ 142 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ അഫ്ഗാൻ 66-ൽ വീണു. പാകിസ്ഥാനായി 5 വിക്കറ്റ് വീഴ്ത്തിയ മുഹമ്മദ് നവാസാണ് കളിയിലെയും ടൂർണമെന്റിലെയും താരം. ഏകദിനത്തിൽ ചരിത്രം കുറിച്ച് ഇംഗ്ലണ്ട്. ഏകദിനത്തിൽ ഏറ്റവും വലിയ ജയം സ്വന്തമാക്കിയാണ് ഇംഗ്ലണ്ട് ചരിത്ര നേട്ടത്തിലെത്തിയത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിലാണ് ഇംഗ്ലണ്ടിന്റെ നേട്ടം. പ്രോട്ടീസിനെ 342 റൺസിന് പരാജയപ്പെടുത്തിയതോടെയാണ് ഇംഗ്ലണ്ട് റെക്കോർഡ് ബുക്കിൽ ഇടം നേടിയത്. 3 മത്സരങ്ങളുള്ള ഏകദിന പരമ്പര ദക്ഷിണാഫ്രിക്ക നേരത്തെ സ്വന്തമാക്കിയിരുന്നു. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ സ്പെയിനിനും ബെൽജിയത്തിനും തകർപ്പൻ ജയം. സ്പെയിൻ തുർക്കി ഏകപക്ഷീയമായ 6 ഗോളിന് തകർത്തു. ഹാട്രിക്കുമായി തിളങ്ങി മെരീനോ. കസാക്കിസ്ഥാനെ മറുപടിയില്ലാത്ത 6 ഗോളുകൾക്ക് വീഴ്ത്തി ബെൽജിയം. നായകൻ കെവിൻ ഡി ബ്രൂയിന്റെ ഇരട്ട ഗോൾ കരുത്തിലാണ് ബെൽജിയത്തിന്റെ ജയം. മറ്റു മത്സരങ്ങളിൽ ജർമ്മനിക്കും പോളണ്ടിനും നെതർലൻഡിനും ജയം.